ഇന്നലെ വെളുപ്പാൻ കാലത്ത് കേരളത്തിൻ്റെ 10 വർഷക്കാലം മുഖ്യമന്ത്രിയായി സംസ്ഥാനം ഭരിച്ച ഒരു 65 വർഷക്കാലത്തിലധികമായി കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന, എല്ലാവരും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഉന്നതനായ രാഷ്ട്രീയ നേതാവാണ് സഖാവ് പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ വസതി, പിണറായിയിലുള്ള വീട്, അദ്ദേഹം വാടകയ്ക്ക് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പദം രാജിവെച്ചതിന് ശേഷം വാടകയ്ക്കെടുത്തൊരു വീട്ടിൽ താമസിക്കുകയാണ്. ആ വീട് ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ ഇഡിയുടെ റെയ്ഡായിരുന്നു. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? ഇത്തരമൊരു റെയ്ഡിൻ്റെ പശ്ചാത്തലം എന്താ? പ്രത്യേകിച്ച് എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ റെയ്ഡ് നടത്തുന്നവർക്ക് തന്നെ സാധിച്ചിട്ടില്ല. ഇന്നലെ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞത്, ഇങ്ങനെ കേരളത്തിൽ കേന്ദ്ര പോലീസ് സേനയെ ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും വ്യാപകമായ നിലയിൽ ഏതാണ്ട് 10-12 കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തുന്ന ഒരറിവും ഒരു ഇൻഫർമേഷനും ആഭ്യന്തര വകുപ്പിനോ പോലീസ് മേധാവികൾക്കോ പോലീസിനോ ലഭ്യമായിരുന്നില്ല എന്നാണ്. അതായത് സാധാരണഗതിയിൽ ഒരു കേന്ദ്രസേന ഇത്തരത്തിൽ ഇടപെടണമെങ്കിൽ, ഇങ്ങനെ ഒരു അന്വേഷണം നടത്തണമെങ്കിൽ അത് സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചിരിക്കണം. അതുപോലെ ഉന്നതരായ പോലീസ് സേനാ അതിൻ്റെ തലവന്മാരെ അറിയിച്ചിരിക്കണം. ഇങ്ങനെ ആരെയും അറിയിക്കാതെ ഒരു ഭീകരമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ഈ റെയ്ഡിലൂടെ ചെയ്തത്. സംസ്ഥാനത്തിൻ്റെ അധികാരത്തിൻ്റെ മേലെ കടന്നുകയറ്റമാണ്. കേരളത്തിൽ ആഭ്യന്തര വകുപ്പിൻ്റെ മേലെയുള്ള കടന്നുകയറ്റമാണ്. ശ്രീ രമേശ് ചെന്നിത്തല അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇത്തരമൊരു തെറ്റായ നിലപാട് കേന്ദ്രസേനയും ഇഡിയും സ്വീകരിച്ചാൽ ഒരു സംസ്ഥാന ഗവൺമെൻറ് ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര വകുപ്പിനെയും കേന്ദ്രത്തെയും അറിയിക്കേണ്ടതാണ്. അങ്ങനെ ഒരു നിലപാടും സ്വീകരിച്ചതായി അറിയുന്നില്ല. മാധ്യമപ്രവർത്തകർ ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയോട് ചോദിച്ചു എന്നാണ് അവരുടെ തന്നെ വാർത്തകളിൽ കാണുന്നത്. അദ്ദേഹത്തിൽ നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായതായി കാണുന്നില്ല. മുഖ്യമന്ത്രി കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഡൽഹിയിലാണ്. പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ഒക്കെ കണ്ട് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ചേർത്ത് വെച്ച് നോക്കിയാൽ ഇഡി കേന്ദ്രസേനയെ ഉപയോഗിച്ചുകൊണ്ട് നിയമവിരുദ്ധമായി ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാരപരിധിക്ക് മറികടന്നുകൊണ്ട് റെയ്ഡ് നടത്തുക, ഒരു ഭീകരത ഉണ്ടാക്കുക, ഇത് തികച്ചും തെറ്റായിട്ടുള്ള നടപടിയാണ്. ആഭ്യന്തര വകുപ്പ് ഈ നടപടി സംബന്ധിച്ച്, കാരണം ഇത്തരം നടപടികൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് കേന്ദ്രസേനയ്ക്ക് എന്തുമാകാം എന്നൊരവസ്ഥയിലേക്ക് കേരളമെത്തും. അത്തരമൊരു സാഹചര്യം ഇല്ലാതിരിക്കാൻ ഇത് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കണം. ഈ നടപടി തികച്ചും അപലനീയമാണ്. ആഭ്യന്തരമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം
നിരീക്ഷിക്കുമ്പോൾ കാണുന്നത് ഇതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നാണ്.